യുവതലമുറ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി പല കുറ്റകൃത്യങ്ങളിലേക്കും ചുവടുറപ്പിക്കുന്ന വാർത്തകൾ കുറച്ച് വർഷങ്ങളായി ലോകത്ത് അലയടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം. ഇപ്പോഴിതാ ഓസ്ട്രേലിയ ഒരു സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കുന്ന ആദ്യ രാജ്യമായി മാറി ഓസ്ട്രേലിയ. ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ആപ്പുകൾക്കാണ് വിലക്ക്. കുട്ടികളെ ബ്ലോക്ക് ചെയ്യണമെന്ന് 10ഓളം പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. നിയമം ലംഘിച്ചാൽ കനത്ത പിഴ ചുമത്തും. നിയമം ലംഘിച്ചാൽ കുട്ടികളോ രക്ഷിതാക്കളോ അല്ല, സാമൂഹ്യ മാധ്യമ കമ്പനികൾ 4.95 കോടി ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ അടയ്ക്കേണ്ടി വരും. നിയമത്തെ അനുകൂലിച്ച കുടുംബങ്ങൾക്ക് അഭിമാനകരമായ ദിനമെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വിശേഷിപ്പിച്ചത്. Make no mistake, this reform will change lives for Australian kids and allowing them to just have their childhood. For Australian parents, enabling them to have greater peace of mind. But also for the global community who are looking at Australia and saying, well, if Australia can do it, why can't we? ടെക് ഭീമന്മാരിൽ നിന്ന് ഓസ്ട്രേലിയയിലെ കുടുംബങ്ങൾ അധികാരം തിരിച്ചുപിടിച്ച ദിവസമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികൾക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശം സ്കൂളുകളിൽ പ്രദർശിപ്പിക്കും. ഓസ്ട്രേലിയയിൽ ഈ മാസം അവസാനത്തോടെ സ്കൂൾ വേനലവധി ആരംഭിക്കുകയാണ്. ഗാഡ്ജറ്റുകളിൽ ചെലവഴിക്കുന്ന സമയം കളിക്കളത്തിലേക്കോ പുസ്തക വായനയ്ക്കായോ സംഗീത ഉപകരണം പഠിക്കാനോ ഉപയോഗിക്കണമെന്നാണ് പ്രധാനമന്ത്രി തന്റെ സന്ദേശത്തിൽ പറയുന്നത്. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനായാണ് 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കിയത്. മൊബൈൽ സ്ക്രീനുകളോടുള്ള ആസക്തിയെ സിഗരറ്റും മദ്യവും ഉപയോഗിക്കുന്നതുമായാണ് ഓസ്ട്രേലിയൻ സർക്കാർ താരതമ്യപ്പെടുത്തുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രതിഷേധം വ്യക്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയയുടെ നടപടി സദുദ്ദേശപരമാണെങ്കിലും അതുകൊണ്ടൊന്നും കുട്ടികൾ ഓൺലൈനിൽ സുരക്ഷിതരാകില്ലെന്നായിരുന്നു യൂട്യൂബിന്റെ മുന്നറിയിപ്പ്. സൗഹൃദ ബന്ധങ്ങൾ നഷ്ടമാകുമെന്ന് ചില കുട്ടികൾ പരിതപിച്ചു. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള രാജ്യത്തെ കുട്ടി ഇൻഫ്ലുവൻസർമാരും വലിയ നിരാശയിലും മാനസിക പ്രയാസത്തിലുമാണ്. ഇൻസ്റ്റഗ്രാമിലും സമാനമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൗമാരക്കാരായ പ്രേക്ഷകരെ നഷ്ടപ്പെടുന്നത് വരുമാനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ക്രിയേറ്റർമാർ. ഇതോടെ പലരും ബദൽ പ്ലാറ്റ്ഫോമുകളിലേക്കും മറ്റ് മാർഗങ്ങളിലേക്കും തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും കൗമാരക്കാർ അതിനെ മറികടക്കാനുള്ള ഡിജിറ്റൽ പഴുതുകൾ കണ്ടെത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മാതാപിതാക്കളുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചും പുതിയ ആപ്പുകൾ വഴിയും ആൾമാറാട്ടം നടത്തിയുമെല്ലാം അവർ വിലക്കിനെ അതിജീവിക്കുന്നു. പ്രായം തെളിയിക്കാനായി സ്വന്തം ഫോട്ടോയ്ക്ക് പകരം മാതാപിതാക്കളുടെ ഫോട്ടോ ഉപയോഗിച്ച് വീഡിയോകൾ കാണുന്നവരും ധാരാളമുണ്ട്. പ്രായം തെളിയിക്കാനുള്ള വെരിഫിക്കേഷൻ സിസ്റ്റങ്ങളെ കബളിപ്പിക്കാൻ വിചിത്രമായ മാർഗങ്ങളാണ് പലരും സ്വീകരിക്കുന്നത്. VPN, വ്യാജ ഐഡികൾ എന്നിവ ഉപയോഗിച്ചും മുതിർന്ന സഹോദരങ്ങളുടെ സഹായത്തോടെ ഫേഷ്യൽ സ്കാനിംഗ് പൂർത്തിയാക്കിയും പലരും നിരോധനത്തെ മറികടക്കുന്നു. മുഖം തിരിച്ചറിയൽ സംവിധാനങ്ങളിലെ പോരായ്മകളും ഇവർ മുതലെടുക്കുന്നുണ്ട്. മേക്കപ്പിട്ടും മറ്റും പ്രായം കൂടുതൽ തോന്നിക്കാൻ കൗമാരക്കാർ ശ്രമിക്കുന്നുണ്ട്. ഫേഷ്യൽ സ്കാനിംഗ് സാങ്കേതികവിദ്യയിൽ 1 മുതൽ 3 വർഷം വരെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഓസ്ട്രേലിയയുടെ നടപടി യൂറോപ്യൻ രാജ്യങ്ങളിലും ചർച്ചയാകുന്നുണ്ട്. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ പ്രവേശനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രമേയം പാസാക്കി. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനുള്ള ചില പദ്ധതികളും പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും 13, 14 വയസ്സുള്ളവർക്ക് മാതാപിതാക്കളുടെ അനുമതിയോടെ ചില പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ ഇളവ് നൽകിയേക്കും.
ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നടപടിയെ മറ്റു പല രാജ്യങ്ങളും അനുകൂലമായാണ് സ്വീകരിച്ചത്. ഓസ്ട്രേലിയൻ മോഡൽ പഠിക്കുകയും വേണ്ടി വന്നാൽ അത് നടപ്പിലാക്കുമെന്നും ചില രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്ത് നടപ്പാക്കിയാലും 2 വശമുണ്ടാകുമല്ലോ. ഇക്കാര്യത്തിലും എതിർപ്പുകൾ സ്വാഭാവികമാണ്. സുരക്ഷിതമായ ജീവിതമാണ് പ്രധാനം. അതിന് വിലങ്ങുതടിയാകുന്ന എന്തിനേയും ശക്തമായി തന്നെ പ്രതിരോധിക്കണം. പക്ഷേ അത് ഒരിക്കലും ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലാകരുതെന്ന് മാത്രം. എന്തായാലും ഓസ്ട്രേലിയയുടെ ഈ മോഡൽ നമുക്കും പരീക്ഷിക്കാവുന്നതാണ്.